ടൈറ്റാനിയം കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വിജിലൻസ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. വിവരങ്ങൾ ജീവൻ നൽകും. ജീവൻ, വിശദാംശങ്ങൾ എന്താണ്? ടൈറ്റാനിയം കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായി തിരുവനന്തപുരം വിജിലൻസിന്റെ പ്രത്യേക കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ചന്ദ്രശേഖരൻ അറിയിച്ചു. കേസ് അന്വേഷണത്തിനായി 2 മാസം അനുവദിക്കണമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ആവശ്യം കോടതി അനുവദിച്ചു. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെ നിയമിച്ചുകൊണ്ടുള്ള നിയമവകുപ്പ് കത്തും അദ്ദേഹം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. കേസിൽ ഹർജിക്കാരനായ ജയന്റെ പരാതിയിന്മേലാണ് വിജിലൻസ് അന്വേഷണ പുരോഗതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ടൈറ്റാനിയം കമ്പനിയിൽ മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനായി മെക്കോണുമായി ഏർപ്പെട്ടിരിക്കുന്ന കരാറിൽ 165 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു. ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ടൈറ്റാനിയം ഈ കരാറിൽ ഏർപ്പെട്ടതോടെ നഷ്ടത്തിലേക്ക് കൂപ്പ് കൂട്ടുകയായിരുന്നു. ക്യാബിനറ്റോ പബ്ലിക് എന്റർപ്രൈസസ് ബോർഡോ ചേരും മുമ്പ് തന്നെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പ്ലാന്റിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ത്യാഗരാജൻ കമ്മിറ്റിക്ക് കത്തയച്ചു. ന്യൂട്രലൈസേഷൻ പ്ലാന്റ് മാത്രം സ്ഥാപിച്ചാൽ മതിയെന്നിരിക്കെ ഉയർന്ന തുകയ്ക്ക് മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങൾ വാങ്ങിയത് വഴി കമ്പനിക്ക് കോടികളുടെ നഷ്ടമുണ്ടായതായിട്ടാണ് കേസിലെ ആരോപണം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അക്കാലത്ത് KPC അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തല, വ്യാവസായിക സെക്രട്ടറിയായിരുന്ന T ബാലകൃഷ്ണൻ, ടൈറ്റാനിയം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ഈപ്പൻ, മെക്കോൺ കമ്പനിയുടെ ജനറൽ മാനേജർ ഭാസ്കരൻ, ഇടനിലക്കാരനായ ഗിണ്ടക് രാജീവൻ, വ്യാവസായിക മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് എന്നിവർക്കെതിരെയായിട്ടാണ് കേസിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. കേസിൽ നേരത്തെ മുൻ മന്ത്രിയായിരുന്ന രാമചന്ദ്രൻ മാസ്റ്റർ തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും പങ്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. മനു.